നെയ്യാറ്റിൻകരയിലെ മക്കൾ സമാധിയിരുത്തിയെന്ന് അവകാശപ്പെടുന്ന ഗോപൻ സ്വാമിയുടെ മൃതദേഹത്തിൽ ക്ഷതങ്ങളോ മുറിവുകളോ ഇല്ല എന്ന പോലീസിന്റെ പ്രാഥമിക നിഗമനം പുറത്തു വന്നതിന് പിന്നാലെ കുടുംബത്തെ വേട്ടയാടിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഗോപൻ സ്വാമിയുടെ മകൻ സനന്ദൻ. അച്ഛനെ സമാധിയിരുത്തിയ സ്ഥലത്ത് തന്നെ മഹാസമാധി ഒരുക്കുമെന്നും സനന്ദൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇനി മഹാസമാധി നാളെ അല്ലേ 3 മണിക്ക് മഹാസമാധി 3 മണിക്ക്. പിന്നെ ഈ സമാധി എങ്ങനെയാണെന്ന് സാർ പറയും. സാർ പറയണം. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. സാർ പറയും. കുടുംബത്തെ സംശയിക്കുന്ന കുറെ അധികം ദുരൂഹതകൾ മാറിയതായി തോന്നുന്നുണ്ടോ? ഞാൻ പിന്നെ പറയാം. സാർ ഇപ്പൊ പറയും ബാക്കി. മൃതദേഹം പുറത്തെടുത്തപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഇരുന്ന രൂപത്തിലേക്കാണ് അച്ഛന്റെ മൃതദേഹം ഉള്ളത്. മാറി എന്നിട്ട് ഓക്കെ സംഭവമൊക്കെ ചേട്ടൻ പറ. അല്ല വേറൊന്നുമില്ല. നാളെ 3-നും 4-നും ഇടയ്ക്കുള്ള സമയത്താണ് ഈ വിവിധ സന്യാസിമാരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. ഒരു മഹാസമാധിയായിട്ട് ഇത് നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി പ്രാഥമിക കാര്യങ്ങൾ മറ്റാളുകളൂടി വരുമ്പോൾ ഇരിക്കും. ഇതിൽ ഒരു ചെറിയ ഇയാളുടെ പരാതി, ഒരു സിവിൽ കേസുള്ള ഒരാളാണ് ഇതിൽ മാൻ മിക്സിങ് കൊടുത്തത്. ഇവരെ ബന്ധുവൊന്നുമല്ല. എല്ലാ ചാനലും ബന്ധു എന്ന് പറയണമെങ്കിലും ബന്ധുവൊന്നുമല്ല. അപ്പോൾ അത് തന്നെ ഒരു വിരോധം കൊണ്ട് പറഞ്ഞു എന്നുള്ളത് അപ്പോഴേ മനസ്സിലാക്കാമായിരുന്നു. പിന്നെ ഹൈക്കോടതിയിൽ വക്കീലിൻ്റെ ഇതിൽ തന്നെ കേസ് കൊടുത്തു. അത് ഫയലിൽ സ്വീകരിച്ചു. 5 പേർക്ക് നോട്ടീസായി. തിടുക്കം കാണിക്കണ്ടായിരുന്നു. ആ കോടതി ഒരു വിധി കൂടി വരണമായിരുന്നു. ഇപ്പോൾ ഒരു സമാധി അവരുടെ അതനുസരിച്ച് ചെയ്തത് കീറി മുറിച്ച് അത് ഇരുന്ന സമാധിയെ കിടത്തി അങ്ങനെ വളരെ മ്ലേച്ഛമായ രീതിയിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അത് അംഗീകരിക്കാൻ എത്രത്തോളം കഴിയും? എന്തായാലും ഒരു മഹാസമാധി, ഒരു രാജാവിൻ്റെ ഒരു ചടങ്ങുകൾ എങ്ങനെ നടക്കും അതുപോലെ നാളെ നമ്മൾ ഈ ചടങ്ങുകൾ നടത്തും. ഇനി ഈ പറയുന്ന ആന്തരിക അവയവങ്ങളുടെ പരിശോധന ഫലം വരുമ്പോഴും പേടിക്കാനില്ല. ഇല്ല 100% ഇല്ല. കുടുംബം എന്താണോ ഇതുവരെ പറഞ്ഞിരുന്നത് അത് ശരിയും സത്യവുമായിരുന്നു. ചിലപ്പോൾ അവർക്ക് സംസാര ഭാഷയോ മാധ്യമ ഭാഷയോ ഒന്നും അവർക്ക് കൈവശമില്ലായിരിക്കാം. അവരുടെ സാധാരണപ്പെട്ട ലാംഗ്വേജിൽ അവർ എന്താണോ വീട്ടിലൊക്കെ നമ്മൾ സംസാരിക്കുന്നത് അതേ സംസാര ഭാഷയിലാണ് അവർ സംസാരിച്ചത്. ചിലപ്പോൾ ചുറ്റുമുള്ളവരെ കുറിച്ചും ഒക്കെ തന്നെ അവർ ഉന്നയിച്ചതും അതുപോലത്തെയുള്ള വാക്കുകളായിരിക്കാം. പക്ഷെ അതിൽ ഒരു നാട്ടിൻ പുറത്തുകാരൻ്റെ ഒരു നിഷ്കളങ്കത 2 സഹോദരങ്ങൾക്കും ഉണ്ടായിരുന്നു. ആ നാട്ടിൻ പുറത്തുകാരൻ്റെ നിഷ്കളങ്കത തീർച്ചയായിട്ടും ആദ്യം മുതലേ തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിലുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് പലരും ഒരു 90% അത് വിശ്വസിച്ചില്ല എന്നുള്ള വലിയൊരു വേദനയുണ്ട്, ദുഃഖമുണ്ട്. പക്ഷേ ഇത് ഇന്നിപ്പോൾ എല്ലാവരും അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരുന്നത് പോലെ ഇപ്പോൾ മകൻ വന്നിരിക്കുകയാണ്. വീട്ടിലുള്ള അമ്മയും മറ്റൊരു മകനും ഒക്കെ തന്നെ ഒരു അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു സ്വാഭാവിക നടപടിക്രമമായിട്ട് രാസപരിശോധന ഫലം അയച്ചിരിക്കുകയാണ്. അതിലും തീർച്ചയായിട്ട് കുറച്ചുകൂടെ വ്യക്തത വരും. അഗ്നിശുദ്ധി വരുത്തി തന്നെ ഈ നാട്ടിൽ ഈ കുടുംബവും ഗോപൻ സ്വാമികളും ഇനി മുന്നോട്ട് പോകും. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.